ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയെ മുഴുവൻ നരകതുല്യമാക്കുന്ന, ലോകത്തെ മുഴുവൻ വലിയ ഭീതിയിലേക്ക് തള്ളിവിട്ട ഈ യുദ്ധത്തിൻ്റെ ആത്യന്തികമായ കാരണക്കാരൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. സമാധാനത്തിൽ പോയിരുന്ന പശ്ചിമേഷ്യയിൽ ഇങ്ങനെയൊരു ദുരന്തം വിതയ്ക്കുന്ന വിധത്തിൽ ഇസ്രായേൽ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് തള്ളിയെത്തിക്കുകയായിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്രായേലിന്റെ ഭീഷണി ഒഴിവാക്കലായിരുന്നില്ല, നേരെ മറിച്ച് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കവർന്നെടുക്കുക എന്നുള്ളതായിരുന്നു. ഫിനാൻഷ്യൽ എക്സ്പ്രസ് എന്ന് പറയുന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തതോടെ ട്രംപിന്റെ മോഷണതുല്യമായ നീക്കത്തെക്കുറിച്ച് ലോകത്തിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇറാൻ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ പരമാധികാരത്തിൽ കടന്നുകയറി തങ്ങളുടെ പരമോന്നത നേതാവ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെ വധിച്ച 160ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ടും മിസൈലിട്ടും കൊന്നുകളഞ്ഞ ആ ക്രൂരതയ്ക്കെതിരെ അനിയന്ത്രിതമായ പ്രതികാരം രൂക്ഷമാക്കുകയാണ് ഓരോ ദിവസവും. യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ ആ പിന്നിട്ട മണിക്കൂറുകൾക്ക് പിന്നാലെ അതിശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് ഇറാൻ അഴിച്ചുവിടുകയാണ്. അതായത് ഇറാന്റെ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക, അവിടുത്തെ എണ്ണ സംഭരണശാലകൾ കൈപ്പിടിയിലാക്കുക, ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ഇന്ന് ഇറാന്റെ വൈദ്യുത കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാനെ ഇരുട്ടിലാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഇതിനൊക്കെ ശക്തമായ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ അതേ മാതൃകയിൽ അതിശക്തമായ തിരിച്ചടി കൊടുത്ത് ലോകത്തെ തന്നെ ഞെട്ടിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ഇസ്രായേലിന്റെ നിരവധി എണ്ണ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതോടൊപ്പം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, ഇസ്രായേലിന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയവിടത്തേക്കൊക്കെ നിരന്തരമായ ആക്രമണങ്ങൾ ഇപ്പോൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഞാൻ ചില മാധ്യമ വാർത്തകളുടെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകരെ കാണിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൂത്തികൾ ആണവ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഡിമോണ ആണവ കേന്ദ്രത്തിൽ വീണ്ടും ഹൂത്തികളുടെ ആക്രമണം നടത്തുന്നു എന്നാണ് ആദ്യം വരുന്ന ഒരു റിപ്പോർട്ട്. ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഹബ്ബ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഹൂത്തികൾ മിസൈലുകൾ അയച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നാണ് റഷ്യ ടുഡേ ടിവിയെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഇസ്രായേലിലെ അരദ് മേഖലയിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ, അതും ഈ ആണവ എണ്ണ കേന്ദ്രങ്ങളൊക്കെയുള്ള പ്രദേശമാണ്, അവിടേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഹൂത്തികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും തുടർച്ചയായി വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി അല്പസമയം മുമ്പ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹൈഫയിലെ ഓയിൽ റിഫൈനറിയിലേക്ക് ഒരു വലിയ ആക്രമണം നടന്നിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ അൽ ജസീറ പുറത്തുവിടുന്നുണ്ട്. അത് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് രാവിലെ ഇസ്രായേല് ഇറാന്റെ വൈദ്യുത കേന്ദ്രങ്ങൾ തകർക്കുന്നു, ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും ഇതിന് അതേ ഗ്രാവിറ്റിയിൽ തന്നെ അതിശക്തമായ പ്രതികാരം ചെയ്തുകൊണ്ട് ഇറാൻ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഹൈഫ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്. ഹൈഫ, ജെറുസലേം, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ്, ഇവിടങ്ങളിലേക്കൊക്കെയാണ് നിരന്തരമായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി എവിടെയാണോ ഇസ്രായേൽ ഇറാന്റെ ഏത് മേഖലയിലേക്കാണോ ആക്രമണം നടത്തുന്നത് അതേ മേഖലയിലേക്ക് തിരിച്ചും ആക്രമിക്കുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഇറാന്റെ വൈദ്യുത കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ ഓയിൽ റിഫൈനറിയിലേക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത്. എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത ഇപ്പോഴില്ലെങ്കിലും അവിടെ വലിയ സ്ഫോടനം നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, വലിയ തോതിൽ പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ യുദ്ധ ചരിത്രത്തിൽ ഏതൊക്കെ രാജ്യങ്ങളുമായി വലിയ
നേർക്കുനേർ ഏറ്റുമുട്ടലുകളൊന്നും ഇസ്രായേൽ നടത്തിയിട്ടില്ല. ആകെ നടത്തുന്നത് പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന ഗസയിലെ ടെന്റുകളിലേക്കും അവിടുത്തെ സാധാരണക്കാർ കഴിയുന്ന ക്യാമ്പുകളിലേക്കും അവിടെ രോഗികളെ പരിചരിക്കുന്ന ആശുപത്രികളിലേക്കും ഒക്കെ കുറെ ബോംബുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ യുദ്ധം ജയിച്ചേ എന്ന് പറയുന്ന അത്രയും ഭീരുത്വം നിറഞ്ഞ കളി കളിക്കുന്നവരാണ് ഇസ്രായേൽ. ഇത് തന്നെയാണ് ലെബനനിലും പോയി ചെയ്യുക. ലെബനനിലെ സാധാരണക്കാരെ അധിവസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് വലിയ തോതിൽ ബോംബാക്രമണം നടത്തുക, എന്നിട്ട് പറയുകയാണ് അവിടെ ഹിസ്ബുള്ള ഭീകരവാദികൾ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് അവിടെ മുഴുവൻ ആക്രമണം നടത്തും, ഇത് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തും, എന്നിട്ട് ഞങ്ങൾ ജയിച്ചേ എന്ന് പറയും. ഇതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ശക്തികളുമായിട്ട് ഇസ്രായേൽ കൊമ്പ് കോർക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചത് അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല എന്നാണ്. പക്ഷെ ഇവിടെ അമേരിക്ക നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണ്, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളും വലിയ തോതിൽ തകർക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു വാർത്ത നോക്കുക, ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള അമേരിക്കൻ സൈനിക താവളം തകർത്തിരിക്കുന്നു എന്ന് അൽ ജസീറ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കൊക്കെ ഒരേ സമയം അതിശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഓയിൽ കേന്ദ്രങ്ങളിലേക്കും എണ്ണ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ നടക്കുന്ന ആക്രമണം. അതുപോലെ തന്നെ ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാസകേന്ദ്രമുണ്ടായിരുന്നു, ആ ഒരു പ്രദേശത്തേക്കും ഒരു വലിയ ആക്രമണം നടന്നുവെന്നും രാസചോർച്ചയുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചില വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആധികാരികത വ്യക്തമല്ലാത്തതിനാൽ നമ്മൾ ആ വീഡിയോ കാണിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു വലിയ ആക്രമണം നടന്നതായി വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ ഇറാനെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിക്കുന്നത്, അതിനുവേണ്ടി ആക്രമണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നത്, സമാനമായ രീതിയിൽ അതിശക്തമായ നിലയിൽ അതേ കേന്ദ്രങ്ങളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ എവിടേക്കാണോ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അതേപോലെ തന്നെ തിരിച്ച് ഇസ്രായേലിനെയും മുറിവേൽപ്പിക്കുക എന്ന തന്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ എന്ന കടുത്ത യുദ്ധ നീക്കത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പൊ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ, അതായത് ഇസ്രായേലിന് നേരെ വരുന്ന ആക്രമണങ്ങളെ തടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് രാവിലെ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തീവ്രത കുറയുന്നു എന്നുള്ളതാണ്. അതായത് ഈ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ മിസൈലുകളെ വ്യോമ പ്രതിരോധ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ തീവ്രത കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. ഇപ്പോൾ താഡ്, ആരോ എന്നൊക്കെ പറയുന്ന, അയൺ ഡോം എന്നൊക്കെ പറയുന്ന ഒരുപാട് മെക്കാനിസങ്ങൾ, അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട്. അത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിജയമായിരുന്നു. പക്ഷേ നിരന്തരമായി മിസൈലുകളെ തടുത്തും ചെറുത്തും ഇതിൻ്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിലുള്ള മിസൈലുകളും ബോംബുകളും, ക്ലസ്റ്റർ ബോംബുകൾ അടക്കമുള്ള ബോംബുകൾ ഒക്കെ നിരന്തരമായി ഇപ്പോൾ ഇറാൻ പ്രയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത് പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇസ്രായേൽ പലയിടങ്ങളിലും അടിയന്തരാവസ്ഥയാണ്. ജനങ്ങൾ ബങ്കറുകൾ വിട്ട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശത്തിലേക്ക് പോയിരിക്കുന്നു. തുടർച്ചയായി ബങ്കറുകളിൽ തന്നെ കഴിയേണ്ട ഒരു വലിയ സാഹചര്യം ഇസ്രായേലിനുണ്ടായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇത്രയും ഗുരുതരമായ ഒരു തിരിച്ചടി നേരിട്ട ഒരു കാലം അവരുടെ ചരിത്രത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തലസ്ഥാന നഗരവും ഹൈഫയും ജെറുസലേമും ഒക്കെ വലിയ തോതിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ആകെ 50 സെക്കൻഡിനടുത്താണ് ഇവർക്ക് ബങ്കറിലേക്ക് ഓടിയെത്താനുള്ള സമയം. അപ്പോൾ ഈ പറയുന്ന സമയം കൊണ്ട് പലർക്കും ബങ്കറുകളിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബങ്കറുകൾ വിട്ട് പുറത്തിറങ്ങാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ള റിപ്പോർട്ട് ചില മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അതായത് ഇപ്പോഴും സൈറനുകൾ മുഴങ്ങുന്നു, ഏത് സമയത്താണ് പുറത്ത് ഇങ്ങനെ സ്ഫോടനം നടക്കുക എന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അസ്ഥിരപ്പെട്ട് ജീവിക്കുകയാണ് ഇസ്രായേലിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് ഇറാനിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ചില മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പദം എന്ന് പറയുന്നത് ഇറാന്റെ മരണമായി എന്നുള്ളതായിരുന്നു. ട്രംപ് തന്നെ ഒരു തവണ അത്തരം ഒരു വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഈസ് ഡെഡ് എന്നാണ് പറഞ്ഞത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകരുന്നു, മിസൈൽ കേന്ദ്രങ്ങൾ തകരുന്നു, ഇറാന്റെ പ്രതിരോധ ശേഷി തകർന്നു എന്ന അർത്ഥത്തിലാണ് ട്രംപ് അത് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അത് ഇസ്രായേലിനും ഏറെക്കുറെ പല ഭാഗങ്ങളിലും അത് പ്രായോഗികമാകുന്ന, അല്ലെങ്കിൽ ആ പദം ഉപയോഗിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ പൂർണ്ണമായും ബങ്കറുകൾക്കുള്ളിൽ അകപ്പെട്ട ഒരു ജനതയായി ഇസ്രായേലിലെ ഒരു വിഭാഗം, ഒരു വലിയ പ്രദേശത്തെ ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് നെതന്യാഹുവിന് നേരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറ്റാക്കായിട്ട് ഇറാൻ കാണുന്നത്. ഇപ്പോൾ ഇറാൻ പിടിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണമാറ്റമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ ഇല്ലാതാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഇറാൻ്റെ ആണവശേഷി ഇല്ലാതാക്കും, മിസൈലുകൾ ഇല്ലാതാക്കും, യുദ്ധം ചെയ്യാനുള്ള അവരുടെ മുഴുവൻ കഴിവും ഇല്ലാതാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്.
പ്രതീക്ഷിച്ചത്. ഇത്തരം ഒരു തിരിച്ചടി മൊസാദ് പോലും ഒരിക്കൽ പോലും ഒരു രഹസ്യാന്വേഷണ വിഭാഗവും ഇസ്രായേലിന് നൽകിയിരുന്നില്ല. അങ്ങനെ നൽകിയിരുന്നുവെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയുമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ പ്രത്യാക്രമണം ഒരു വലിയ അറ്റാക്ക് തന്നെയാണ്. ഇത്രയും വലിയൊരു അറ്റാക്ക് ഇതുവരെ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല, നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതീവ ദുർഘടമായ, അതീവ ദുരന്തപൂർണമായ, അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ്. എങ്ങനെ ഇതിനെ അതിജീവിക്കും, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കും എന്ന ഒരു ചോദ്യത്തിന് ഇസ്രായേലിന് ഒരു ഉത്തരവുമില്ലാത്ത സാഹചര്യമാണ്. ആശങ്ക ഉയർത്തുന്ന വിധത്തിലേക്ക് യുദ്ധം അതിതീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നാശനഷ്ടങ്ങളുടെ തോതും ഉയരുക തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാനിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇറാനിലും ആളുകൾ മരിക്കുന്നുണ്ട്, പല തലവന്മാരും കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാനെ മാത്രം തകർക്കുക എന്ന, അല്ലെങ്കിൽ ഇറാൻ മാത്രമേ തകരുകയുള്ളൂ എന്ന ഏകപക്ഷീയമായ യുദ്ധസ്വപ്നം ഇസ്രായേലിൻ്റെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.